കേരളത്തിൽ അനാവശ്യമായി ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആര് തന്നെ ജയിച്ചാലും തോൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയുടെ പേര് എം സ്വരാജ് എന്നാണ്. കൃത്യമായ രീതിയിൽ കാരണമാണ്, ഞാൻ വെറുതെ പറയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വെറുപ്പ് കൊണ്ടൊന്നും പറയില്ല. എം സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാരണവശാലും കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്കുള്ളിലേക്ക് വരരുത്. അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ കുറെ ആൾക്കാർ PR ടീമും കുറെ ഓൺലൈൻ ചാനലുകാരൊക്കെ പറഞ്ഞ് നിലപാടിന്റെ രാജകുമാരനാണ്, രാജാവാണെന്നൊക്കെ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളിക്കാരൻ ഇരട്ടത്താപ്പിന്റെ ഉസ്താദാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 2 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നിങ്ങൾ കേട്ടിട്ട് ഞാൻ പറയുന്നത് ഒരു ശതമാനമെങ്കിലും ശരിയുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതാ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. ഞാൻ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കമന്റ് ഇടുക, എന്നാൽ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. കഴിഞ്ഞ മാസമാണ് ഇന്ത്യ ഞെട്ടിയ ഒരു ഭീകരാക്രമണം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരവാദികൾ നമ്മുടെ ലോക്കൽസിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി കാശ്മീർ ഭീകരാക്രമണം ഉണ്ടാകുന്നു. സാധാരണ മനുഷ്യർ നമ്മളോടൊപ്പം ഇന്ത്യക്കാർ അവിടെ വെടിയേറ്റ് വീഴുന്നു. ഒരു മലയാളി ഉൾപ്പെടെയാണ് ഭീകര ആക്രമണത്തിൻ്റെ ഇരയായി മാറുന്നത്. നമുക്കെല്ലാവർക്കും കൊണ്ടുവരുന്നു അല്ലേ, നമ്മുടെ എല്ലാം വികാരം നമ്മൾ കാണിച്ചിരുന്നു. നമ്മുടെ രാജ്യം തിരിച്ചടിച്ചു, അവരെ പാകിസ്ഥാനിൽ കയറി ഭീകരന്മാരെ ഇല്ലാതാക്കി. ഇത് നമ്മുടെ വികാരമാണ്. ഇത് തന്നെയല്ലേ സാധാരണക്കാരെ ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരവാദികൾ എങ്ങനെയാണ് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണമാണെന്ന് രണ്ടാമതൊരു അഭിപ്രായം ഇവിടെ ആർക്കും ഇല്ലല്ലോ. ഇത് തന്നെയല്ലേ ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിൽ നടന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന. ഇവിടെ കുറേ ആൾക്കാർ സ്വാതന്ത്ര്യ സമര പോരാളി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അതിനെ യോജിക്കുന്ന ഒരാളൊന്നല്ല. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇസ്രയേലിലേക്ക് വന്നിട്ട് അവിടുത്തെ സാധാരണക്കാരെ കണ്ണി കാണുന്നവരെല്ലാം ഇല്ലാതാക്കി. അവിടുത്തെ സ്ത്രീകളെ കുട്ടികളെയൊക്കെ അവരെന്ത് ചെയ്തു നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ്. എന്ത് തരത്തിലുള്ള ഭീകരതയാണ് അവിടെ നടത്തിയത്. 1200-ഓളം മനുഷ്യരെയാണ് ഇല്ലാതാക്കിയത്. കണ്ണി കാണുന്നവരെല്ലാം വെടിവെച്ചു പോകുന്നു. അതിനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയുടെ പേരാണ് എം സ്വരാജ്. ആ ഭീകരാക്രമണം നടന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഫലസ്തീനികൾ എന്ത് തന്നെ ചെയ്തിരുന്നാലും അവർ നിരപരാധികളാണെന്നാണ്. എവിടെ ഇസ്രായേൽ പോലുള്ള രാജ്യത്ത് ഒരു ഭീകരാക്രമണം ഹമാസ് നടത്തി 1200-ഓളം മനുഷ്യരെ പച്ചയ്ക്ക് ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇല്ലാതാക്കി. സ്ത്രീകളെ എന്തൊക്കെ ചെയ്തു നമ്മൾ കണ്ടു. ഇന്നും ഞാൻ ഈ സംസാരിക്കാൻ പോകുമ്പോൾ പോലും എത്രയോ ആൾക്കാരെ ബന്ധുക്കളാക്കി അവർ വെച്ചിരിക്കുക. അതിനെ ന്യായീകരിച്ചൊരു വ്യക്തിയുടെ പേര് എം സ്വരാജ്. എന്തിന്? ചില ആൾക്കാരുടെ പോക്കറ്റിലെ വോട്ട് നോക്കിയിട്ട്. ചില ആൾക്കാർ പറയാം എം സ്വരാജ് സപ്പോർട്ട് ചെയ്ത് ഫലസ്തീനെയാണ്, ഹമാസിനെ അല്ലെന്നൊക്കെ പറയും. എന്നാൽ അതേ എം സ്വരാജ് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഹമാസ് ഭീകര സംഘടനയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. മനസ്സിലായോ? ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ഒരാളുടെ പേരാണ് എം സ്വരാജ്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഇന്നും അവൈലബിൾ ആണ്. അതായത് എം സ്വരാജിന് ഭീകര സംഘടന എന്ന് പറയാൻ പറ്റില്ല. അവർ ഇസ്രായേലിനെതിരെ മാത്രമേ സംസാരിക്കുള്ളൂ. അതുപോലുള്ളൊരു വ്യക്തിയാണ് എം സ്വരാജ്. വോട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ശേഷം കാശ്മീർ വിഷയത്തിലേക്ക് വരാൻ നേരത്തെ ഇന്ത്യ പാകിസ്ഥാനെ കയറി തീവ്രവാദികളെ അടിച്ചു. അപ്പോൾ ഇതേ എം സ്വരാജ് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് അതിലും വലിയ കോമഡിയാ. എം സ്വരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട് തകരാത്തിടത്തോളം കാലം യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം. വൈറലായി എം സ്വരാജിന്റെ പോസ്റ്റ്. നമ്മൾ അടിച്ചത് ഭീകരവാദികളാണ്. അപ്പോഴത്തേനും ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ പോസ്റ്റ് സമാധാനമൊക്കെ പറയും. സമാധാനത്തിന്റെ വക്താവാണെന്നുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരൻ ആരാണ്? എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യനെ കേരളത്തിൽ ഇല്ലാതാക്കിയത്? ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ആരാണ് ആ പ്രതികൾക്ക് ഇപ്പോഴും പരോള് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആരാണ് ആ പ്രതികളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം കൂടുന്നത്? അല്ലേ? അപ്പൊ ഇതുപോലുള്ള ആൾക്കാരോടൊക്കെ ഇപ്പം നിന്നിട്ട് വലിയ രീതിയിൽ സമാധാനത്തിന്റെ വെള്ളയിൽപ്രാവ് പറയുകയാണ്. ഇന്ത്യ ഭീകരവാദികളെ അടിക്കാൻ നേരത്ത് സമാധാനം വേണം. ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന ഇസ്രായേലിൽ കയറി നിരപരാധികളെ ഇല്ലാതാക്കിയപ്പോൾ ഫലസ്തീനോടൊപ്പമാണ് എന്ന് പറഞ്ഞ ഇരട്ടത്താപ്പിന്റെ ഉസ്താദിനൊക്കെ വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഈ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ പറ്റി മറ്റൊരു വാർത്തയുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ഭീകര സംഘടനയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു റാലി നടത്തി. അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഹമാസ് എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യക്കെതിരെ. അപ്പോൾ ഇതുപോലുള്ള സംഘടനകൾക്ക് കേരളത്തിലിരുന്ന് ഡയലോഗ് അടിക്കുന്ന ടീമിനൊക്കെ കേരളത്തിലെ ബോധമുള്ള മനുഷ്യന്മാർ വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബോധമുള്ള മനുഷ്യന്മാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു കോമഡി എന്താ വെച്ചാൽ എം സ്വരാജിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വർഗീയ ശക്തികളെ മനുഷ്യരായി കാണുന്നില്ല, വോട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഹമാസ് ആരാണ്? ഇതൊരു തിരിച്ചു ചോദിച്ചാൽ ബബ്ബെ അടിക്കുന്ന കാണാം ഈ പുള്ളിക്കാരൻ. ഹമാസിനെ പറ്റി ഇപ്പം സംസാരിക്കേണ്ടതല്ല. അന്ന് സംസാരിച്ചാൽ പറ്റില്ല. ഹമാസ് ചെയ്തത് ഭീകരവാദമാണെന്ന് അന്ന് പറയാൻ തുറക്കാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു ഇതുമാതിരി ഡയലോഗ് അടിക്കുന്നത് കേരളത്തിലിരുന്നിട്ട്. അടുത്തൊരു സംഭവം വെച്ചാൽ ഇലക്ഷൻ വന്നിടത്തൊരു കലാപരിപാടി ഉണ്ടല്ലോ, ഈ സ്വത്ത് വിവരങ്ങൾ നമ്മൾ വെളിപ്പെടുത്തും. ഇപ്പം റിപ്പോർട്ടർ TVയിൽ വന്ന ഒരു എം സ്വരാജിൻ്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്ന ഒരു കണക്കുണ്ട്. സ്വരാജിൻ്റെ കയ്യിലുള്ളത് 1200 രൂപയുള്ളൂ. 62 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. സ്വന്തമായി ഫിഗോ വണ്ടിയുണ്ട്. നല്ല കാര്യം. ജീപ്പ് കോമ്പസ് വണ്ടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇരുന്ന് കുത്തക മുതലാളി അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുകയും ചെയ്യും. അമേരിക്കയുടെ ബ്രാൻഡായിട്ടുള്ള ജീപ്പ് കോമ്പസ് ലക്ഷറി വാഹനം എടുത്ത് മേടിക്കുകയും ചെയ്യും. അമേരിക്കയ്ക്ക് പണവും കൊടുക്കും. ഈ ബ്രാൻഡ് മേടിക്കുമ്പോൾ പണം ചെല്ലുന്ന എവിടെയാണ്? അമേരിക്കയിലാണ്. ഇപ്പം ഇതുപോലുള്ള നല്ല കിടിലൻ നിലപാടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ
വിപ്ലവ സിംഹങ്ങളായിട്ടും നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ തലയോച്ചുകൊണ്ട് കിടക്കുന്നത് ഒന്നുമില്ല. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണോ, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്യണോ? നേരത്തേക്ക് സ്വാതന്ത്ര്യ സമര പോരാളി എന്നൊക്കെ ആൾക്കാർ വെച്ച് ആനപ്പുറത്തൊക്കെ എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നു ഹമാസിനെ. ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് കടന്നു കയറി വന്ന ഭീകരവാദികൾ കാശ്മീരിൽ ഈ ടൂറിസ്റ്റുകൾക്ക് നേരെ ഹമാസ് ഇസ്രയേലിൽ ചെയ്ത മാതൃകയിൽ തന്നെ ചെയ്തപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളിയൊന്നുമല്ല. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ഹമാസ് ചെയ്തതിനെയൊക്കെ വെച്ച് കുറേ ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബ്രിട്ടീഷുകാരൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വന്ന് ഹോസ്റ്റേജസ് ആക്കി അല്ലെങ്കിൽ മുറിയിൽ പൂട്ടിയിട്ട് അവരെ ഉപദ്രവിച്ച് അവരുടെ കുട്ടിയെ ഉപദ്രവിച്ചിട്ട് വില പേശിയിട്ടല്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നമ്മൾ പട്ടിണി കിടന്നും പോരാടിയും തന്നെ. അതല്ലാതെ ബ്രിട്ടീഷുകാരൻ്റെ ഭാര്യയെ തൊട്ടിട്ട് സ്വാതന്ത്ര്യം നേടിയ നാട്ടിലല്ല ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലെ ചില പോക്കറ്റ് വോട്ടിന് വേണ്ടി ചില ആൾക്കാർ ഇവിടെ ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. ചില പോക്കറ്റ് വോട്ട് വേണ്ടി നിങ്ങൾ ആ കുഴിയിൽ പോയി വീഴണം. കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കേണ്ട ഒരു സമയമാണിത്. ഇതുപോലുള്ള ഭീകരവാദത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ബഹിഷ്കരിക്കുക. നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. ഞാൻ BJP ചെയ്യണമെന്നോ കോൺഗ്രസ് ചെയ്യണമെന്നോ ഞാൻ പറയത്തില്ല. ഞാൻ ഇതുപോലുള്ള പാർട്ടികൾക്കൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. നോട്ടയ്ക്ക് കുത്തി നിങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തണം. എം സ്വരാജിനെ പോലുള്ള ആൾ ഒരു കാരണവശാലും കേരളത്തിൽ നിയമസഭയിലെത്തരുത്. കാരണം പുള്ളിക്കാരൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇരട്ടത്തപ്പാണ്. ഇരട്ടത്തപ്പിൻ്റെ ഉസ്താദാണ്. ജീപ്പ് കോമ്പസ് മേടിച്ചിടുക, അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള ജീപ്പ് കോമ്പസ് പൈസ കൊടുത്ത് മേടിക്കുക, അമേരിക്കയ്ക്ക് പണം കൊടുക്കുക, ഇവിടെ ഇരുന്ന് വിപ്ലവം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുക. അടിപൊളി. അതുപോലെ തന്നെ ഹമാസ് പോലുള്ള സംഘടനയെ തള്ളിപ്പറയാതിരിക്കുക, ഈ ക്രൂരത ചെയ്ത ഹമാസിനെ തള്ളിപ്പറയാതിരിക്കുക. 1200 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കാൻ നേരത്തെ എന്ത് ചെയ്താലും ഫലസ്തീനികൾ നിരപരാധികളാണെന്ന് പറയും. നമ്മൾ സാധാരണ ഫലസ്തീനോടൊപ്പമാണ്, നമ്മൾ സാധാരണ ഇസ്രായേലുകാരുടെ ഒപ്പമുണ്ട്, രണ്ട് പക്ഷത്തൊപ്പമുണ്ട്, സാധാരണ മനുഷ്യരോടൊപ്പമാണ്. അതുതന്നെയാണ് നമ്മുടെ നിലപാട്. അതല്ലാതെ ഏതെങ്കിലും ഒരു വോട്ട് നോക്കിയിട്ട് ഒരു സൈഡിൽ മാറി നിന്നിട്ട് അവർ കാണിക്കുന്ന വൃത്തികേടിനെല്ലാം കൈ അടിച്ചു കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.